Hi guys, welcome back to Car Garage. Car Garage എന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ എർട്ടിക. അതായത് നമ്മുടെ എർട്ടിക ഇപ്പോൾ മഴക്കാലമൊക്കെ ആയിരുന്നു, പിന്നെ നല്ല ഓട്ടമായിരുന്നു. അപ്പോൾ നല്ല സ്ക്രാച്ചസും കാര്യങ്ങളും അതേപോലെ തന്നെ കരിമ്പും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊന്ന് പോളിഷ് ചെയ്യാന്നുള്ളൊരു ആയിട്ടാണ്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റുകൾ കാണിച്ചു തരാം. കണ്ടോ, കറുത്ത പാടുകൾ, ഒരുപാട് സ്ക്രാച്ചസുകളുണ്ട്. ടോപ്പിൽ പോകാൻ വേണ്ട കരിമ്പൻ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് പോളിഷിങ് ചെയ്യാന്നുള്ള വീഡിയോ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം.
അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ റബ്ബിങ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റബ്ബിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ 2000-ൻ്റെ പേപ്പറിട്ട് ആദ്യം കട്ട് ചെയ്തു. അതിന് ശേഷം നമ്മളുടെ റബ്ബിങ് ഉപയോഗിച്ച് നോർട്ടോണിൻ്റെ റബ്ബിങ് ബാച്ച് ഉപയോഗിച്ച് ഫുള്ളായിട്ട് റബ്ബിങ് ചെയ്തു. അതിനുശേഷം ഉള്ള കരിമ്പനും കാര്യങ്ങളും അതേപോലെ തന്നെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് തന്നെ പോയിട്ടുണ്ട്. പിന്നെ ആഴത്തിലുള്ള പെയിൻറ്റ് പോകണ ഭാഗങ്ങൾ മാത്രമാണ് പോവാത്തതുള്ളൂ. അത് പെയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പോളിഷ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഫ്രണ്ടിൽ ബമ്പർ കുറച്ച് സ്ക്രാച്ചസ് ഉള്ള കാരണം ബമ്പർ ഭാഗം പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു വണ്ടിയിലും പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് പോളിഷിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ നല്ലതല്ലെങ്കിൽ ആ ഒരു ഇടുപ്പ് കിട്ടില്ല. അത് കാരണം ഞാൻ ഫോഗ് ലാമ്പ് ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആ ഫോഗ് ലാമ്പ് ഒന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ ഫോഗ് ലാമ്പ് വാങ്ങിയിട്ടുണ്ട്. വാലിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫോഗ് ലാമ്പ് വാങ്ങിയാണിത്. അപ്പോൾ ഇതാ സംഭവം. നമ്മൾ പോളിഷിങ് ചെയ്യുമ്പോൾ നമ്മളുടെ ബ്ലാക്ക് വാങ്ങുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ ഒരു മങ്ങിച്ച വരാം. ഈ വാറ്റ്സൊക്കെ വീണിട്ടുള്ള മങ്ങിച്ചും കാര്യങ്ങളൊക്കെ വരാം. അല്ലെങ്കിൽ ആകുമ്പോൾ ചെളി പിടിച്ചിരിക്കുന്നുണ്ട്. എത്ര ക്ലീൻ ചെയ്തിട്ടും ക്ലീൻ ആവില്ലെങ്കിൽ നമ്മൾ 3Mൻ്റെ ഒരു മെറ്റീരിയലുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു കാണാനുള്ള ഷോ ഫുള്ളായിട്ടുള്ള ഷൈനിങ് വരുത്താനുള്ള 3Mൻ്റെ ലിക്വിഡാണ്. ഇത് നമ്മൾ അടിച്ചു കൊടുക്കും. നമ്മൾ യൂസ് ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേമാതിരി സ്പോഞ്ച് എടുക്കുക. സ്പോഞ്ചിൽ ലിക്വിഡ് അടിക്കുക. ലിക്വിഡ് അടിച്ചിട്ട് ഇത് വെച്ച് തുടച്ചാൽ മതി. അതാണ് കൂടുതലായിട്ടുള്ള യൂസേജ് വരില്ല. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഷൈനിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും കാണാൻ പറ്റും. നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്തിട്ടും പോകാത്ത അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൈഡിലും കോർണറിലൊക്കെ ആയിട്ട്. മൊത്തത്തിൽ അതൊരു ബ്ലാക്ക് ഷൈനിങ് ആയിട്ട് മാറി. അത് നമുക്ക് ഫുള്ളെല്ലാം പ്ലാസ്റ്റിക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൽ 3Mൻ്റെ ലാസ്റ്റത്തെ വാറ്റ്സാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് മാറ്റ് മങ്ങിയിരിക്കുന്നുണ്ട്. ലാസ്റ്റത്തെ ഈ വാറ്റ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കോട്ടൺ വേസ്റ്റ് യൂസ് ചെയ്തിട്ട് തുടച്ചെടുക്കുക ചെയ്യും. വെയിലേക്ക് പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മൊത്തത്തിൽ പോയി. അപ്പോൾ കാർ പോളിഷിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും. ഇപ്പോൾ കാറൊക്കെ പോളിഷ് ചെയ്തു. അപ്പോൾ നമ്മളുടെ അനിയൻ നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഏതാണ് അവൻ തന്നെ ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ. അത് അവൻ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു സംഭവമാണ്. അടിപൊളിയല്ലേ? ഇത് നമ്മുടെ ഇവിടെ തൂക്കാനായിട്ട് പോയത് അതിൻ്റെ ബാക്ക് സൈഡിൽ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നതാണ്. അപ്പോൾ ഓണത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
നമ്മുടെ ഗാരേജിൽ ഓണാഘോഷമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അഡ്വാൻസ് ഓണാഘോഷം.